എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓപ്പൺ ഇൻട്രസ്റ്റിനെ കുറിച്ചിട്ടാണ്. നമ്മൾ ട്രേഡിംഗ് തുടങ്ങിയ സമയത്തൊക്കെ എല്ലാവരും എപ്പോഴും കേൾക്കുന്ന ഒരു വാക്കാണ് ഓപ്പൺ ഇൻട്രസ്റ്റ്. ചിലർ പറയാറുണ്ട് ഓപ്പൺ ഇൻട്രസ്റ്റ് കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല എന്ന്. വേറൊരു ചില വിഭാഗം പറയും ഓപ്പൺ ഇൻട്രസ്റ്റ് വളരെ യൂസ്ഫുൾ ആണെന്ന്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഓപ്പൺ ഇൻട്രസ്റ്റിൽ നമുക്ക് ഒരു റഫായിട്ടുള്ള ഒരു ഐഡിയ കിട്ടും മാർക്കറ്റിൻ്റെ ഡയറക്ഷനെ കുറിച്ചോ അല്ലെങ്കിൽ മാർക്കറ്റിൻ്റെ സെൻറ്റിമെൻറ്റ്സിനെ കുറിച്ചൊക്കെ ആയിട്ട്. അപ്പോൾ ഓപ്പൺ ഇൻട്രസ്റ്റ് കംപ്ലീറ്റ്ലി അങ്ങനെ അവോയ്ഡ് ചെയ്ത് കളയേണ്ട ഒരു സാധനമൊന്നുമല്ല. ഓപ്പൺ ഇൻട്രസ്റ്റ് നമ്മൾ തീർച്ചയായിട്ടും നോക്കണം. നമ്മൾ ഓപ്പൺ ഇൻട്രസ്റ്റ് ഇങ്ങനെ എപ്പോഴും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മാർക്കറ്റിൻ്റെ ഒരു സെൻറ്റിമെൻറ്റ്സിനെ മനസ്സിലാക്കാനായിട്ട് നമുക്ക് കുറച്ചുകൂടി ഈസി ആവും. അതും കൂടാതെ നമുക്ക് അങ്ങനെ ഓപ്പൺ ഇൻട്രസ്റ്റ് ഒരു കാര്യത്തിൽ തന്നെ നമ്മൾ കുറേ കാലം സ്റ്റിക്ക് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൽ വളരെയധികം എക്സ്പീരിയൻസും നോളജും കിട്ടും. അതുപോലെ തന്നെ നിങ്ങൾ കുറേ അധികം കാലം ഓപ്പൺ ഇൻട്രസ്റ്റിനെ ട്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കും ഭാവിയിൽ ഓപ്പൺ ഇൻട്രസ്റ്റ് പ്രെഡിക്റ്റ് ചെയ്യാനും അതിനനുസരിച്ചിട്ട് മാർക്കറ്റിൻ്റെ സെൻറ്റിമെൻറ്റ്സ് നേരത്തെ മനസ്സിലാക്കി ട്രേഡുകൾ എടുക്കാനായിട്ടൊക്കെ നിങ്ങൾക്ക് സാധിക്കും. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഓപ്പൺ ഇൻട്രസ്റ്റ് നന്നായിട്ട് തന്നെ മനസ്സിലാക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അത് തന്നെയാണ് ചെയ്യാൻ പോകുന്നത്. എന്താണ് ഓപ്പൺ ഇൻട്രസ്റ്റ് എന്നും ഓപ്പൺ ഇൻട്രസ്റ്റ് എങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് ട്രേഡിങ്ങിൽ എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കാനായിട്ട് പോകുന്നത്. വളരെ സിമ്പിളായിട്ടുള്ളൊരു ടോപ്പിക്കാണ് മനസ്സിലാക്കിയെടുക്കാൻ. പക്ഷെ പ്രാക്ടീസ് ചെയ്താലാണ് നമുക്ക് ഇതിനൊന്ന് പെർഫെക്റ്റ് ആക്കി അല്ലെങ്കിൽ മാസ്റ്റർ ചെയ്ത് എടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ഒരു കാര്യം വളരെ കോൺഫിഡൻസോടുകൂടി പഠിക്കാം. ആഫ്റ്റർ ഓൾ സെൽഫ് കോൺഫിഡൻസ് ഇസ് ദ ബെസ്റ്റ് ഔട്ട്ഫിറ്റ് എന്നാണല്ലോ. അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഈ കാണുന്നത് നിഫ്റ്റി 50യുടെ ഓപ്ഷൻ ചെയിനാണ്. ഈ ഓപ്ഷൻ ചെയിൻ്റെ എക്സ്പയറി ഡേറ്റ് ആയിട്ട് ഇവിടെ ഡിഫോൾട്ടായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത് 17 ഡിസംബറിനാണ്. അപ്പോൾ നിങ്ങൾക്കിവിടെ വേണമെന്നുണ്ടെങ്കിൽ ഡേറ്റ് മാറ്റാം. അപ്പോൾ ഇതിപ്പോൾ നിഫ്റ്റിയുടെ ഓപ്ഷൻസിൻ്റെ 17 ഡിസംബറിൻ്റെ എക്സ്പയറി വരുന്ന കോൺട്രാക്റ്റുകൾ ഓപ്പൺ ഇൻട്രസ്റ്റും ഡീറ്റെയിൽസും കാണിക്കുന്ന ചാർട്ടാണ്. ഇപ്പോൾ നിഫ്റ്റിയുടെ NSEയുടെ ചാർട്ടിൽ പോയി നോക്കുന്നത് തന്നെയാണ് ഏറ്റവും ബെസ്റ്റ്. വേറെയും പ്ലാറ്റ്ഫോമുകൾ അല്ലെങ്കിൽ ടൂൾസ് ഉണ്ട്, പക്ഷേ ഏറ്റവും ആക്യുറേറ്റ് ആയിട്ട് കാണിച്ചു തരുന്ന അത് NSEയുടെ വെബ്സൈറ്റിൽ തന്നെയാണ്. അപ്പോൾ പണ്ടത്തേനേക്കാളും കുറച്ചുകൂടി യൂസർ ഫ്രണ്ട്ലി ആയിട്ടുണ്ട് NSEയുടെ വെബ്സൈറ്റ്. അപ്പോൾ നിങ്ങൾ NSEയുടെ വെബ്സൈറ്റിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യാനാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേറെ വല്ല ടൂൾസ് നല്ലതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റ് സെക്ഷനിൽ ഇട്ടാൽ ഹെൽപ്ഫുൾ ആയിരിക്കും. ഓപ്പൺ ഇൻട്രസ്റ്റ് കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പൺ ആയിട്ട് കിടക്കുന്ന കോൺട്രാക്റ്റുകളിലുള്ള ആൾക്കാരുടെ ഒരു ഇൻട്രസ്റ്റ് തന്നെയാണ്. ഓപ്പൺ ഇൻട്രസ്റ്റ് പേരിൽ തന്നെയുണ്ട്. ആൾക്കാരുടെ താല്പര്യം, ഇപ്പോൾ ആൾക്കാരുടെ താല്പര്യത്തിനെ കാണിക്കുന്ന ഒരു നമ്പറാണ് നമുക്ക് ഓപ്ഷൻ ചെയിനിൽ പോയിട്ട് ഓപ്പൺ ഇൻട്രസ്റ്റിൽ കാണാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഇത് ഡെറിവേറ്റീവ് സെക്ഷൻസിലാണ് ഈ ഓപ്ഷൻ ചെയിൻ. ഇതുപോലെ തന്നെ ഫ്യൂച്ചേഴ്സിനും ഉണ്ട്. അപ്പം നമ്മളിപ്പോൾ ഓപ്ഷൻ ചെയിൻ വെച്ചിട്ടാണ് നമ്മൾ ഈ എക്സാമ്പിളിൽ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ കാണുന്നത് ഓപ്ഷൻ ചെയിൻ്റെ നിഫ്റ്റിയുടെ ചാർട്ടാണ്. അപ്പോൾ ഈ ഇവിടെ കാണുന്നില്ലേ ഈ OI എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നില്ലേ, ഇതാണ് ഓപ്പൺ ഇൻട്രസ്റ്റ്. അത് ഈ ലെഫ്റ്റ് സൈഡിൽ കാണിക്കുന്നത് കോൾ ഓപ്ഷൻ്റെ ഓപ്പൺ ഇൻട്രസ്റ്റും ഡീറ്റെയിൽസും. അതുമാതിരി റൈറ്റ് സൈഡിൽ കാണിക്കുന്നത് പുട്ട് ഓപ്ഷൻ്റെ ഓപ്പൺ ഇൻട്രസ്റ്റും ഡീറ്റെയിൽസും ആണ്. ഇവിടെ എഴുതിയിട്ടുണ്ട് കോളെന്നും പുട്ടെന്നും ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും. നമുക്ക് ആദ്യം കോൾ ഓപ്ഷൻ്റെ എടുത്തിട്ട് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇവിടെ ഓപ്പൺ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട്. അതായത് എത്ര കോൺട്രാക്റ്റുകൾ ഈ ഒരു സ്ട്രൈക്ക് പ്രൈസിൽ ഓപ്പൺ ആണെന്ന് പറഞ്ഞിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ഒരു കാര്യം ഒരു ഡിസ്ക്ലെയിമർ ആയിട്ട് ഞാൻ ഇത് പറഞ്ഞു കൊടുക്കുന്നതിന് മുമ്പ് ഇത് യൂഷ്വലി ആൾക്കാർ ഓപ്ഷൻസിൽ ട്രേഡ് ചെയ്യുന്നവരോ അല്ലെങ്കിൽ ഫ്യൂച്ചേഴ്സിൽ ട്രേഡ് ചെയ്യുന്നവരാണ് യൂഷ്വലി ഇത് നോക്കുക. കാരണം ഇത് ഡെറിവേറ്റീവ് സെക്ഷനാണ്. പക്ഷേ നമ്മൾ ഒരു ഇക്വിറ്റിയിൽ ട്രേഡ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ പോലും ഇത് അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു എന്താ പറയുക മാർക്കറ്റിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട് മാർക്കറ്റിനെ മനസ്സിലാക്കാനായിട്ട് കുറച്ചുകൂടി ഈസി ആയിട്ട് പറ്റും. അപ്പോൾ ഇവിടെ നമുക്കിപ്പോൾ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണാം, ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റ്, വോളിയം, ഇംപ്ലൈഡ് വോളറ്റിലിറ്റി, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഈ നടുവിൽ കാണിച്ചിരിക്കുന്ന ഈ ഒരു ഗ്രേ കളറിൽ മാർക്ക് ചെയ്തിരിക്കുന്നതാണ് സ്ട്രൈക്ക് പ്രൈസ്. ഈ സ്ട്രൈക്ക് പ്രൈസ് എന്ന് പറയുന്നത് നിഫ്റ്റിയുടെ ഓരോ ലെവലുകളാണ് ഇത് ഇവിടെ കാണിക്കുന്നത്. ഇപ്പോൾ 10,000 ലെവലുകളിലൊന്നും ഒരു ഓപ്പൺ ഇൻട്രസ്റ്റും ഇല്ല. അപ്പോൾ നമുക്ക് അതിന് എന്താ മനസ്സിലാക്കുക, ഇതൊക്കെ എന്താ പറയുക ഇനി ഇവിടേക്കൊന്നും ആർക്കും ഈ ഒരു ലെവലുകളിൽ ഒരുവിധ താല്പര്യവും ഇല്ല, ഒരുവിധ ഇൻട്രസ്റ്റും ഇല്ല എന്നാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. പിന്നെ കുറച്ച് ഇൻട്രസ്റ്റ് വന്നു കൊടുക്കുന്നത് ഇവിടെ 11,500ലാണ്. ഈ പൊസിഷനൊക്കെ എടുക്കുന്നവർ മിക്കവാറും ഹെഡ്ജ് ചെയ്യാനായിട്ടൊക്കെ എടുക്കുന്ന പൊസിഷൻസ് ആയിരിക്കും ഇവിടെ വരുന്നത്. അപ്പം നമുക്കിപ്പോൾ നമ്മുടെ കറണ്ട് മാർക്കറ്റ് നിൽക്കുന്നത് 13,500-600 റേഞ്ചിലാണ്. അപ്പം നമുക്ക് അതിലോട്ട് പോയി നോക്കാം. ഇതാ ഇപ്പോൾ ഇവിടെ കാണിക്കുന്നതാണ് 13,550. അപ്പോൾ ഈ ഒരു സ്ട്രൈക്ക് പ്രൈസിൽ നമ്മളിവിടെ നോക്കിയാൽ കാണാം നമുക്ക് 9,93,000 ഓപ്പൺ കോൺട്രാക്റ്റുകൾ, ഓപ്പൺ കോൾ ഓപ്ഷൻ കോൺട്രാക്റ്റുകളാണ് ഇവിടെ ഉള്ളത്. അതുമാതിരി ഇപ്പോൾ 13,500 എടുത്തു കഴിഞ്ഞാൽ 20,56,000 കോൺട്രാക്റ്റുകളുണ്ട്. ഇവിടെ കോമ 2 കഴിഞ്ഞിട്ട് വരുന്നതുകൊണ്ട് ആരും തെറ്റായിട്ട് 2 ലക്ഷം എന്ന് വിചാരിക്കരുത്, 20 ലക്ഷമാണ്. നിങ്ങൾ എണ്ണി കഴിഞ്ഞാൽ എത്ര അക്കൗണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും.
അപ്പോൾ നമുക്ക് ഇനി നോക്കാം കോൾ ഓപ്ഷനിൽ ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ള സ്ട്രൈക്ക് പ്രൈസ് ഏതാണെന്ന് നമുക്കിനി നോക്കാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം 25,66,000 ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ള കോൺട്രാക്റ്റുകൾ ഇവിടെയുണ്ട്. അതായത് അത്രയധികം കോൺട്രാക്റ്റുകൾ ഇവിടെ ഓപ്പൺ ആയിട്ട് കിടക്കുന്നുണ്ട്. 14,000 എന്ന് പറയുന്ന നിഫ്റ്റിയുടെ ഒരു ലെവലിൽ. അപ്പോൾ ഈ കോൾ ഓപ്ഷൻ്റെ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഏറ്റവും ഹയസ്റ്റ് നമ്പർ ഓഫ് ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ള ഒരു കോൾ ഓപ്ഷൻ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റെസിസ്റ്റൻസ് ആണ്. നിഫ്റ്റിയിലുള്ള ഒരു റെസിസ്റ്റൻസ് ആണ് അത് സൂചിപ്പിക്കുന്നത്. അതായത് ഇപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കോൺട്രാക്റ്റ് എടുത്തിട്ടുള്ള ഒരു ലെവൽ എന്ന് പറയുന്നത് നിഫ്റ്റിയിലെ 14,000 എന്ന് പറയുന്ന ലെവലാണ്. ഡിസംബർ 17 എക്സ്പയറി വരുന്ന ഒരു നിഫ്റ്റിയുടെ ഓപ്ഷനിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ എടുത്തിട്ടുള്ളത് 25 ലക്ഷം കോൺട്രാക്റ്റുകൾ ഓപ്പൺ ആയിട്ട് കിടക്കുന്നത് 14,000 എന്ന് പറയുന്ന നിഫ്റ്റിയുടെ ഒരു ലെവലിലാണ്. അപ്പം അത് ഒരു ഈസിലി മനസ്സിലാക്കാനായിട്ട് ഞാൻ പറയുന്നുണ്ടെങ്കിൽ 14,000 വരെ നിഫ്റ്റി പോവും എന്ന ആൾക്കാർ എക്സ്പെക്റ്റ് ചെയ്യുന്നത് കൊണ്ടാണ് ഈ ഒരു 14,000 എന്ന് പറയുന്ന ലെവലിൽ ഇത്രയ്ക്കധികം കോൺട്രാക്റ്റുകൾ ആൾക്കാർ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതാണ് കോൾ ഓപ്ഷൻ സൂചിപ്പിക്കുന്നത്. കോൾ ഓപ്ഷനിൽ ഏറ്റവും കൂടുതൽ എന്താ പറയുക ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ള ഒരു നിഫ്റ്റിയുടെ ലെവൽ അത് ഈ സ്ട്രൈക്ക് പ്രൈസ് നോക്കിയാൽ നമുക്ക് കാണാം. ഇവിടെ ഈ സ്ട്രൈക്ക് പ്രൈസ് 14,000 ആണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ കോൺട്രാക്റ്റ് ഉള്ളത് ഈ 14,000 എന്ന് പറയുന്നത് സ്ട്രൈക്ക് പ്രൈസിലാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും കോൾ ഓപ്ഷനിൽ ഇത്രയ്ക്കധികം സ്ട്രൈക്ക് പ്രൈസ് ഉള്ള ഈ 14,000 ലെവൽ ഒരു നിഫ്റ്റിയിലെ ഒരു റെസിസ്റ്റൻസ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇനി അതുപോലെ നമ്മൾ പുട്ട് ഓപ്ഷൻ്റെ എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. നമുക്ക് നോക്കാം ഏതൊരു സ്ട്രൈക്ക് പ്രൈസിലാണ് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ളതെന്ന്. 30 ലക്ഷം കോൺട്രാക്റ്റുകൾ ഓപ്പൺ കോൺട്രാക്റ്റുകൾ ഉള്ളത് ഈ ഒരു 13,500 എന്ന് പറയുന്ന ഈ ഒരു ലെവലിലാണ്. 13,500. അപ്പോൾ ഈ 13,500ൽ 3 ലക്ഷം കോൺട്രാക്റ്റുകളാണ് ഉള്ളത്. അതായത് ചുരുക്കത്തിൽ പറഞ്ഞാൽ കോൾ ഓപ്ഷനിൽ 2,66,000 ഉണ്ടായിരുന്ന സമയത്ത് ഇവിടെ പുട്ട് ഓപ്ഷനിൽ 3 ലക്ഷത്തിന് മേലെ കോൺട്രാക്റ്റുകൾ ഓപ്പൺ ആയിട്ട് എടുക്കുന്നുണ്ട്. 13,500 നിഫ്റ്റി 13,500 നിൽക്കുമെന്ന് പറഞ്ഞിട്ട് ഈ ഡിസംബർ 17. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് മനസ്സിലാവും പുട്ട് ഓപ്ഷനിൽ 13,500 എന്ന ലെവലിലാണ് കോൾ ഓപ്ഷനേക്കാൾ കൂടുതൽ ഇൻട്രസ്റ്റ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ പറയുന്നത് മാർക്കറ്റിൽ ഓപ്ഷൻസിൽ ട്രേഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ഫ്യൂച്ചേഴ്സിൽ ട്രേഡ് ചെയ്യുന്ന ഏറ്റവും കൂടുതൽ ആൾക്കാർ പറയുന്നത് നിഫ്റ്റി ഒരു 13,500 റേഞ്ചിൻ്റെ അടുത്തായിരിക്കും ഈ ഒരു ഡിസംബർ 17 നിൽക്കുക എന്നാണ് പറയുന്നത്. അപ്പം നമുക്ക് ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കാൻ പറ്റുക? നമ്മൾ 2 കീ ലെവലുകൾ ഐഡൻറ്റിഫൈ ചെയ്തു, 13,500, 14,000. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നിഫ്റ്റിയുടെ ലെവലുകളാണ് എന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ നമ്മളൊരു ട്രേഡർ ആകുമ്പോൾ നമ്മൾ ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ മാർക്കറ്റ് ഈ ഒരു റേഞ്ചിലാണ് നിൽക്കുക എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? നിഫ്റ്റിയുടെ ചാർട്ട് എടുക്കും, നമ്മൾ മാർക്ക് ചെയ്യുക, റേഞ്ച് മാർക്ക് ചെയ്യും. അപ്പോൾ ഇതൊരു 14,000 റേഞ്ചാണ്, നമ്മൾ ഇവിടെ മാർക്ക് ചെയ്യും. അതുപോലെ 13,500 എന്ന ഈ ഒരു റേഞ്ചും നമ്മൾ മാർക്ക് ചെയ്യും. അപ്പം നമുക്ക് ഈ ഒരു ഓപ്പൺ ഇൻട്രസ്റ്റിൻ്റെ അനാലിസിസ് നടത്തിയപ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റിയ കാര്യം എന്ന് പറയുന്നത് മാർക്കറ്റ് ഇനിയുള്ള ദിവസങ്ങളിൽ ഈ ഒരു 2 വൈറ്റ് ലൈൻസിൽ 14,000ഉം അതുമാതിരി 13,500 ഇതിൻ്റെ ഉള്ളിൽ ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിലായിരിക്കും ട്രേഡ് ചെയ്യുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിൽ നിന്ന്. അപ്പോൾ ഇതിൽ നിന്ന് ബ്രേക്ക് ഔട്ടുകൾ നടക്കാനായിട്ടുള്ള ചാൻസുകൾ ഉണ്ട്. കംപ്ലീറ്റ്ലി അതിന് നമ്മൾ അവോയ്ഡ് ചെയ്യുന്നില്ല. എങ്കിലും ഏറ്റവും കൂടുതൽ ട്രേഡേഴ്സും ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാണ്. അതായത് അവർ പറയുന്നത് ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിലായിരിക്കും മാർക്കറ്റ് നീങ്ങുക എന്നാണ് അവർ പറയുന്നത്. നമ്മൾ അതും കൂടാണ്ട് ശ്രദ്ധിച്ച കാര്യം പുട്ട് ഓപ്ഷനിൽ 13,500 ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ്. അപ്പോൾ കുറച്ചുകൂടി നമ്മൾ ഒരു 13,500 റേഞ്ചിലായിരിക്കും നിൽക്കുക, 13,500, 600 റേഞ്ചിലായിരിക്കും നിൽക്കുക എന്നാണ് നമ്മൾ ആ ഒരു ഓപ്പൺ ഇൻട്രസ്റ്റ് അനാലിസിസിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഓപ്പൺ ഇൻട്രസ്റ്റിൻ്റെ അനാലിസിസ് വെച്ചിട്ട് നമ്മൾ നിഫ്റ്റിയുടെ ഒരു റേഞ്ചിനെ ഐഡൻറ്റിഫൈ ചെയ്തത്. നമുക്ക് ഇത് തന്നെ ഏതൊരു കാര്യത്തിലും ചെയ്യും. ഇപ്പം നിഫ്റ്റീന് പകരം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ SBIയുടെ എടുത്തിട്ടോ അല്ലെങ്കിൽ മാരുതിയുടെയോ M&Mൻ്റെയോ ടാറ്റ മോട്ടറിൻ്റെയോ ഏതിൻ്റെ വേണമെങ്കിലും ഓപ്ഷൻ ചെയിൻ എടുത്തിട്ട് നമുക്ക് ഇതേ ഒരു കോൺസെപ്റ്റ് നമുക്ക് അപ്ലൈ ചെയ്യാം. ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ള പ്രൈസുകൾ കോൾ ഓപ്ഷനിലും പുട്ട് ഓപ്ഷനിലും നോക്കുക. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എടുത്ത് തന്നെ നോക്കാം. നമുക്ക് ടാറ്റ മോട്ടറിൻ്റെ എടുത്ത് നോക്കാം. ഇപ്പം നമ്മൾ കാണുന്നത് നമ്മുടെ മുന്നിൽ ടാറ്റ മോട്ടേഴ്സിൻ്റെ 31 ഡിസംബർ എക്സ്പയറി ഉള്ളതാണ്. നമുക്കിത് വേണമെന്നുണ്ടെങ്കിൽ മാറ്റാനായിട്ട് പറ്റും. ഇപ്പോൾ ഇവിടെ 31 ഡിസംബർ, അതായത് ഈ മാസം അവസാനം വരുന്ന ഈ ഡിസംബർ 31 വരുന്ന എക്സ്പയറിയുടെ കോൺട്രാക്റ്റുകളുടെ ഓപ്പൺ ഇൻട്രസ്റ്റ് ആണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഇതിവിടെ എഴുതിയിട്ടുണ്ട് ടാറ്റ മോട്ടർ എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇനി നമ്മൾ എന്താ നോക്കാമെന്ന് വെച്ചാൽ ടാറ്റ മോട്ടറിൻ്റെ ഒരു റേഞ്ച് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ടാണ് ഇനി പോകുന്നത്.
അപ്പോൾ ഇത് കോൾ ഓപ്ഷൻസിൻ്റെയാണ്, ഇത് പുട്ട് ഓപ്ഷൻസിൻ്റെ ഡീറ്റെയിൽസ് കാണിക്കുന്നതാണ്. അപ്പോൾ ആദ്യം നമുക്ക് കോൾ ഓപ്ഷൻ നോക്കാം. ഇവിടെ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ള സ്ട്രൈക്ക് പ്രൈസ് എന്ന് പറയുന്നത് 200-ലാണ്. അതിൽ അവിടുത്തെ സ്ട്രൈക്ക് പ്രൈസ് 200 രൂപയാണ് സ്ട്രൈക്ക് പ്രൈസ്. അവിടെ ഉള്ള ഓപ്പൺ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 91 ലാക്കാണ്. അപ്പോൾ 200 എന്നുള്ള സ്ട്രൈക്ക് പ്രൈസിൽ 91 ലാക്ക് ഓപ്പൺ 91,88,000 കോൺട്രാക്റ്റുകൾ ഓപ്പൺ ആയിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ അത്രയ്ക്കധികം ഓപ്പൺ ഇൻട്രസ്റ്റ് ആണ് ടാറ്റ മോട്ടറിൽ 200 എന്ന സ്ട്രൈക്ക് പ്രൈസിലുള്ളത്. ഇനി പുട്ട് ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ള സ്ട്രൈക്ക് പ്രൈസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഈ ഒരു ലെവൽ കണ്ടില്ലേ, 180-ൽ 38,98,000 ഓപ്പൺ ഇൻട്രസ്റ്റ് ആണ് ഉള്ളത്. അപ്പോൾ നമ്മുടെ ടാറ്റ മോട്ടോഴ്സിൻ്റെ റേഞ്ച് ഐഡൻറ്റിഫൈ ചെയ്തു. ഇനി നമുക്ക് മാർക്ക് ചെയ്യാൻ പോയിട്ട് അപ്പോൾ ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിലായിരിക്കും ടാറ്റ മോട്ടർ ഈ ഒരു ഡിസംബർ 31-നുള്ളൂ. കാരണം നമ്മളെടുത്ത കോൺട്രാക്റ്റിൻ്റെ എക്സ്പയറി ഡിസംബർ 31-ആണ്. അപ്പോൾ ഡിസംബർ 31-നുള്ളിൽ ടാറ്റ മോട്ടർ ഈ ഒരു റേഞ്ച്, ഈ 2 വൈറ്റ് ലൈൻസ് മാർക്ക് ചെയ്ത 180 to 200 റേഞ്ചിൻ്റെ ഉള്ളിലാണ് നീങ്ങുക എന്നാണ് സൂചിപ്പിക്കുന്നത്. അതും കൂടാതെ നമ്മൾ കണ്ടു ഏറ്റവും കൂടുതൽ കോൺട്രാക്റ്റ്, ഏകദേശം 3 ഇരട്ടി കോൺട്രാക്റ്റുകൾ കൂടുതൽ ഓപ്പൺ ആയിട്ടുള്ളത് 200 എന്ന പ്രൈസ് പോയിന്റിൻ്റെ അടുത്താണ്. അപ്പോൾ കൂടുതൽ 200 സൈഡിലോട്ട് ബയസ്ഡ് ആണ് ടാറ്റ മോട്ടർ. അപ്പോൾ എപ്പോഴും 200 എത്തണമെന്നില്ല. അപ്പോൾ കോൺട്രാക്റ്റിൻ്റെ എണ്ണം കൂടിയതുകൊണ്ട് 200 എത്തണമെന്നില്ല. കുറേ ഹെഡ്ജിങ് പൊസിഷനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതും കൂടി നിങ്ങൾ മനസ്സിൽ വയ്ക്കുക. അല്ലാണ്ട് എല്ലാ കോൺട്രാക്റ്റും അവരവിടെ എത്തുന്ന വെച്ചിട്ട് എടുക്കണതല്ല. ഹെഡ്ജ് ചെയ്യാനായിട്ടും ബാക്കി കാര്യങ്ങൾക്കൊക്കെ എടുക്കുന്ന പൊസിഷൻസും അതിലുണ്ടാവും. അപ്പോൾ ഇങ്ങനെ നമ്മൾ എന്താ പറയുക, ഈ ഓപ്പൺ ഇൻട്രസ്റ്റിൻ്റെ അനാലിസിസ് വഴി നമ്മൾ ഒരു നിഫ്റ്റിയുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്റ്റോക്കിൻ്റെയോ ഇൻഡിസസിൻ്റെയോ നമ്മളൊരു റേഞ്ച് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഓപ്പൺ ഇൻട്രസ്റ്റ് വെച്ചിട്ട് ഒരു മാർക്കറ്റ് സെൻറ്റിമെൻറ്റ്സോ അല്ലെങ്കിൽ മാർക്കറ്റിൻ്റെ ഒരു റേഞ്ചോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കുക. ഇനിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാനുള്ളത്, ഈ ഒരു ഓപ്പൺ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എപ്പോൾ വേണമെങ്കിലും മാറാം. ഇതിങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. ഇപ്പോൾ ഇന്ന് നിങ്ങൾ കാണുന്ന ഓപ്പൺ ഇൻട്രസ്റ്റ് ആയിരിക്കില്ല നാളെ നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഓപ്പൺ ഇൻട്രസ്റ്റിന് എപ്പോഴും മാറ്റങ്ങൾ വരും. അപ്പോൾ ഓപ്പൺ ഇൻട്രസ്റ്റ് ഇന്ന് നിങ്ങൾ നോക്കി ഇപ്പോൾ 20 ലക്ഷമാണ് ഓപ്പൺ ഇൻട്രസ്റ്റ് എന്നുണ്ടെങ്കിൽ നാളെ 20 ലക്ഷം ആവണമെന്നില്ല. നാളെ ചിലപ്പോൾ ഒരു 30 ലക്ഷം ആവാം, ചിലപ്പോൾ ഒരു 60 ലക്ഷം ആവാം. അതൊക്കെ ഓപ്പൺ ഇൻട്രസ്റ്റ് ഒക്കെ എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. ഓരോ ദിവസവും ആൾക്കാർ സ്റ്റോക്കിനെ അനലൈസ് ചെയ്യും അല്ലെങ്കിൽ ഇൻഡിസസിനെ അനലൈസ് ചെയ്യും. അവർക്ക് അതിൽ പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് തോന്നിയാൽ അവർക്ക് ഏത് സൈഡിലാണോ പൊട്ടൻഷ്യൽ അവിടേക്കുള്ള ഓപ്പൺ ഇൻട്രസ്റ്റിൻ്റെ എമൗണ്ട് കൂടും. അപ്പോൾ അങ്ങനെയുള്ളൊരു കാര്യമുണ്ട്, അത് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. അപ്പോൾ വീഡിയോ പ്രിസൈസ് ആയിരുന്നു, ഓൺ ദ പോയിൻ്റ് ആയിരുന്നു, ഇൻഫോർമേറ്റീവ് ആയിരുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷൻ വഴി എന്നോട് ചോദിക്കുക. എനിക്കറിയുന്ന കാര്യമാണെന്നുണ്ടെങ്കിൽ ഞാൻ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയിട്ട് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം. അതുവരെ ഗുഡ് ബൈ.